വീണ്ടും കായിക ലോകത്തേക്കാണ്. ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന സ്വിറ്റ്സർലൻഡിനെ നേരിടുകയാണ്. മെസ്സിയുടെ മികവിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും ജയിച്ച കരുത്തിലാണ് അർജന്റീനയിൽ ആരാധകരുടെ പ്രതീക്ഷ. പ്രതിരോധത്തിലെ കൃത്യത സ്വിറ്റ്സർലൻഡിന് കരുത്താകുമെന്ന് സ്വിറ്റ്സർലൻഡ് ആരാധകരും പ്രതീക്ഷിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ കായിക മന്ത്രി OJ ജനീഷ് കളി കാണാൻ എത്തിയിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ജയേഷ് പൂക്കോട്ടൂരും, തൃശ്ശൂരിൽ നിന്ന് ജെയ്സൺ ചാമവളപ്പിൽ, മലപ്പുറത്ത് നിന്ന് സോണൽ കൃഷ്ണ, കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്നും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ജയേഷ് പൂക്കോട്ടൂരിലേക്ക് പോകുന്നു. ജയേഷ്, മത്സരം തുടങ്ങി, വിജയത്തിൽ കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇനിയിപ്പോൾ ഈ മത്സരം ഉൾപ്പെടെ ഒരു 3 മത്സരം കൂടി വിജയിച്ചാൽ 2022 ഖത്തർ ലോകകപ്പിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ കണ്ട അതേ കാഴ്ച മെസ്സിയും അർജന്റീനയും ആ കിരീടം ഉയർത്തുന്നു, കിരീടം നിലനിർത്തുന്നു. അത് കാണാൻ ആഗ്രഹിക്കുന്ന അർജന്റീനക്കാർ മാത്രമല്ല, ലോകമാകെയുള്ള ഫുട്ബോൾ ആരാധകരാണ്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ പക്ഷേ സ്വിറ്റ്സർലൻഡിന് ഒട്ടും വില കുറച്ച് കാണാൻ കഴിയില്ല. കരുത്തരാണ്, മനോഹരമായ ഫുട്ബോൾ കാഴ്ചവെക്കുന്നവരാണ്. മത്സരം തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ പ്രതീക്ഷിക്കണം ജയേഷ്? ഷിയാസ്, മത്സരത 9 മിനിറ്റ് പിന്നിട്ട് കഴിഞ്ഞു. ഇതുവരെ ഇരു ടീമുകളും ഗോൾ നേടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഗോളിലേക്കും ഇരു ടീമുകളും ഒരു ശ്രദ്ധ നടത്തിയില്ല. കുറെ കൂടി ഡിഫൻസീവ് ശൈലിയിൽ തന്നെയാണ് രണ്ട് ടീമുകളും, അർജന്റീനയായാലും സ്വിറ്റ്സർലൻഡ് ആയാലും കളിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ നിന്നും മാറ്റമൊന്നുമില്ല. അതായത് ഈജിപ്തിനെതിരായ അവസാനം നടന്ന പ്രീ ക്വാർട്ടർ മത്സരത്തിൽ നിന്നും ഒരു മാറ്റവുമില്ലാതെയാണ് അർജന്റീന ആദ്യ 11 കളിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ മറുവശത്തേക്ക് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങളുമായിട്ടാണ് സ്വിറ്റ്സർലൻഡ് കളിക്കുന്നത്. അർജന്റീന തിരിച്ചു വരാം. അർജന്റീന ഇപ്പോൾ ആദ്യ ഗോൾ നേടിയിട്ടുണ്ട്. ഒരു ഗോൾ മുന്നിൽ നിൽക്കുകയാണ് ഇപ്പോൾ അർജന്റീന. ഗോൾ പ്രതീക്ഷിച്ചിരുന്നു. ഇന്നത്തെ കളിയുടെ പ്രത്യേകത തുടക്കം മുതലേ തന്നെ അർജന്റീനയ്ക്ക് വിജയസാധ്യത ഉണ്ടാകുന്നുള്ളതാണ്. ഒരു ആവേശകരമായ നിമിഷത്തിലേക്ക് കളി മാറി ആദ്യ പകുതിയിൽ തന്നെ. ഖത്തർ ലോകകപ്പ് ആവർത്തിക്കുന്നതിനാണ് തോന്നുന്നത്. എന്താണ് ഇത്? വൻ വിജയം നേടും ഉറപ്പായും. ഈ മത്സരത്തിൽ വൻപിച്ച വിജയം നേടും. ഇത്തവണയും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും അർജന്റീന തന്നെയായിരിക്കും ഫൈനലിൽ ജയിക്കാൻ വേണ്ടി പോകുന്നത്. ഖത്തർ ലോകകപ്പ് ആവർത്തിക്കും. ഖത്തർ വേൾഡ് കപ്പ് ഇത്തവണ ആവർത്തിക്കും ഉറപ്പായും. വലിയ രീതിയിലുള്ള ആളുകൾ പങ്കാളിത്തമുണ്ടല്ലോ. ഇപ്രകാരം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇത് 2ാം തവണയാണ്. കഴിഞ്ഞ തവണയാണ് വേൾഡ് കപ്പിന്റെ ഇത്തരത്തിലുള്ള സ്ക്രീൻ ആരംഭിച്ചത്. ഇത്തവണ ഒരു ഏകദേശം 5000-ൽ താഴെ ആളുകൾ എല്ലാ ദിവസവും ഈ കളി കാണാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട്. അവർക്ക് എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കായിക മന്ത്രി തന്നെയാണ് നേരിട്ട് വന്ന് ഇന്നത്തെ അവസാനത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന് ദൃക്സാക്ഷിയാകുന്നത്. ഓരോ ദിവസവും ഇപ്പൊ 20 വലിയ 4.5 കിലോ തൂക്കമുള്ള 4 അടി ഉയരമുള്ള വലിയ വേൾഡ് കപ്പിന്റെ ഫൈബർ നിർമ്മിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇത് കായിക സംഘടനക്ക് ഓപ്ഷൻ ചെയ്ത് കൊടുക്കും നാളെ മുതൽ. അർജന്റീന ഫാൻസ് ആണോ ഇവിടെ? അല്ലല്ല, അർജന്റീന ഫാൻസ് മാത്രമല്ല, ബ്രസീലിന്റെ ആളുകളുണ്ട്, പോർച്ചുഗലിന്റെ ആളുകളുണ്ട്, ഇംഗ്ലണ്ടിന്റെ ആളുകളുണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാവരും ഉണ്ട്. എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു. ശരി, അർജന്റീന മുന്നിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു ആവേശം പൊട്ടിത്തെറിക്കുന്ന ആരാധകരാണ്. അത്രയേറെ ആവേശമുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡിനെതിരെ ആദ്യ ഗോൾ അർജന്റീന നേടുമ്പോൾ മെസ്സി എടുത്ത കോർണറിൽ നിന്നാണ് ആ ഗോൾ. 10ാം മിനിറ്റിൽ ഗോൾ നേടിയിട്ടുള്ളത് മക്കാലിസ്റ്റർ ആണ്. ക്വാർട്ടർ ഫൈനലിൽ മനോഹരമായി അർജന്റീന മുന്നോട്ട് പോകുന്നു.